ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അമ്മി മോനും റെഡി ആയിട്ട് എവിടേക്കാണ് പോകണമെന്നുള്ളത്. വേറെ എവിടേക്കല്ല, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ധാവണിയാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല അമ്മയും കിച്ചൂടിനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ കെട്ടുന്നറയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 6:30 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാത്രിയാണ് അവരുടെ കെട്ടുന്നറ. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കയറിയപ്പോൾ മുതൽ കിച്ചൂട്ടൻ അവർ തീവണ്ടി കാണണം, കാറ് കാണണം, ബസ് കാണണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കേട്ടോ അവരിക്കുന്നത്. പക്ഷേ നമ്മുടെ അച്ചൂട്ടനാണെങ്കിൽ ഒരു സൈഡിൽ പോയിട്ടിരിക്കുന്നുണ്ട്. അവനൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. പുറത്തെ കാഴ്ചകൾ കണ്ട് വളരെ സൈലൻ്റ് ആയിരുന്നു നമ്മുടെ അച്ചൂട്ടൻ വണ്ടി കയറിയതിന് ശേഷം. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ വന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ നിന്നില്ല. നേരെ വന്ന അമ്പലത്തിലേക്കായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലം, അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ കെട്ടുനിറച്ച് പോകുന്നത്. ഈ ഒരു അമ്പലത്തിൽ തന്നെയാണ് നമ്മുടെ ആര്യങ്കാവ് പൂരമൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു കേട്ടോ. നടയൊക്കെ അടയ്ക്കാനായിട്ട് മുന്നേ ഉള്ളിൽ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. നട അടച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും അച്ഛനും മകനും കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി അവർ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കിച്ചൂടിനാണെങ്കിൽ ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് പോയി. അവൻ അച്ഛമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. അച്ഛമ്മ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ എല്ലാവരുമായിട്ട് കൂട്ടാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരുടെ അടുത്തേക്ക് പൊക്കോളും. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ കെട്ടുനിറയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് വേണം അവർക്ക് കെട്ടുനിറയ്ക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഏട്ടൻ്റെ അനിയനാണ് ആയിരിക്കുന്നത്. ആളുടെ മടിയിൽ അപ്പോഴേക്കും നമ്മുടെ കിച്ചൂട്ടൻ കയറിയിട്ടിരുന്നു കേട്ടോ. കിച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ചെറിയച്ഛനെ. ചെറിയച്ഛന്നല്ല കേട്ടോ വിളിക്കുക, ചജു എന്നാണ് വിളിക്കുക. സജു എന്നാണ് പേര്, പക്ഷെ ചജു എന്നാട്ടോ വിളിക്കുക. നീട്ടി വിളിച്ചോളും, ചജു എന്ന് നീട്ടി വിളിച്ചോളും. ചെറിയച്ഛന്നൊന്നും ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ, പേര് മാത്രമേ വിളിക്കുള്ളൂ. അപ്പോൾ അതേ അവിടെ കയറിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർ ഈ ചെയ്യുന്നത് എന്നൊക്കെ ആയിട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ കെട്ടുനിറ അതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എല്ലാവരുടെയും കെട്ടുനിറയ്ക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമ്മ ഒഴികെ ബാക്കി ഏട്ടനും അച്ഛനും അമ്മയും അനിയനും 4 പേരും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അച്ഛനാണ് ആയിരിക്കുന്നത്, അനിയൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ അപ്പുറത്ത് എവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 4 പേരും പോകുന്നുണ്ട്. അമ്മൂമ്മ മാത്രമേ പോവാത്തുള്ളൂ. ആദ്യം ഇപ്പോൾ കെട്ടുനിറക്കിയിരുന്നത് അമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് ഈ ഇരിക്കുന്നത്. അമ്മ അതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയി, പിന്നെ ഇപ്രാവശ്യം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വന്നാൽ കോപ്പിറൈറ്റ് കിട്ടും. എനിക്ക് എപ്പോഴും കിട്ടുന്നതാണ് കോപ്പിറൈറ്റ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അവിടെ പാട്ട് വരിക കാരണമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നെയ്ത്തേങ്ങ നിറയ്ക്കുകയായിരുന്നു. ഇനി ഇതിന് ശേഷമാണ് അരി വാരിയിടൽ കേട്ടോ. നമ്മൾ കെട്ടിൽ അരി വാരിയിടൽ, അതാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്.
നിക്ക് 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 അമ്മ മറട്ടെ ഒന്നും ചെയ്യണ്ടേ അടിയിട്ടോ നടക്കട്ടെ കേട്ടുതറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കൾ സ്വാമിമാർക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കുള്ള ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൈ പിടിച്ചിട്ടാണ് കൊടുത്തത്, കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഏട്ടനും അനിയനും ദക്ഷിണ കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊടുക്കോ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്ട്. പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ നിന്നില്ല, നേരം വൈകിട്ടുണ്ടായിരുന്നു. അവരെന്തായാലും കെട്ട് നിറച്ച് അന്ന് തന്നെ പോവില്ല കേട്ടോ. അവർ പിറ്റേ ദിവസം രാവിലെയാണ് അവർ മലയ്ക്ക് പോവുക. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ബൈ.